14-16 വയസ്സുള്ള രണ്ട് കുട്ടികൾ ഒരാളെ, അതും 30 വയസ്സുള്ള ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ ചോദിച്ചാൽ ഇക്കാലത്ത് അതൊക്കെ സംഭവിക്കുന്നതല്ലേ, അതൊക്കെ ഇപ്പോൾ നടന്നു വരുന്ന സംഭവങ്ങൾ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. അതൊക്കെ സത്യമാണ്. എന്നിരുന്നാലും സ്കൂളിൽ പഠിച്ചു കളിച്ചു നടക്കേണ്ട കാലത്ത് 30 വയസ്സുള്ള വിവാഹിതനായ കുട്ടികളുള്ള ഒരു യുവാവിനെ 14 വയസ്സുകാരൻ പുതുവർഷ രാത്രിയിൽ കുത്തിക്കൊന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നും ആ നാട്ടുകാരെയും തൃശ്ശൂർ ജനതയും ആകെ നൊമ്പരപ്പെടുത്തുന്നത്. അതും ഈ പുതുവത്സര ദിനത്തിൽ തന്നെ. അന്നേ ദിവസം തന്നെ 14-കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കൂടെയുണ്ടായിരുന്ന 16-കാരനെയും പോലീസ് പിടികൂടി. 16-കാരന് ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. യുവാവിനെ കുത്താവിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തി. മുമ്പ് 14-കാരൻ ചില കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. സഹപാഠിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിനു 14-കാരനെ നേരത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിൻ 30 പുതുവർഷ രാത്രിയിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. 14-കാരനും 16-കാരനും വിദ്യാർത്ഥികളായ ഇവർ ലഹരിക്ക് അടിമകളാണോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളായ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് സ്കൂൾ അധികൃതരും സഹപാഠികളും നാട്ടുകാരും പറയുന്നത്. ലിവിനെ കുത്താൻ നേരം ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ വൈദ്യപരിശോധന നടത്തിയിരുന്നു. പെൺകുട്ടികളുമായി വന്നതിന് ലിവിൻ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പാലിയർ റോഡ് സ്വദേശി ലിവിൻ ഡേവിസിനെ 14-കാരൻ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അതല്ലാതെ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. അന്നേരം ഉണ്ടായ വികാരത്തിൽ, ദേഷ്യത്തിൽ ഉണ്ടായ ഈ കൊലപാതകത്തിൽ ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 14-കാരനും കൂട്ടുപ്രതിക്കും ഇനി കുറെ നാൾ അകത്ത് കിടക്കേണ്ടി വരും. ഇവരുടെ പ്രായം പരിഗണിച്ചു പ്രായപൂർത്തിയാകാത്തതിനാൽ ഇരുവരെയും ജുവൈനൽ ഹോമിലേക്ക് മാറ്റാനാണ് സാധ്യത. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്.